ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു നുണയനാണ്. അദ്ദേഹത്തിന്റെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് പച്ചക്കള്ളം മാത്രം പറയുന്നയാൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ എക്കണോമിയെ ഡെഡ് എക്കണോമി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇത് ആർക്കാണ് അറിയാത്തത്? ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും ഈ കാര്യം ഇപ്പോഴായിരിക്കും മനസ്സിലായത്. ഇന്ത്യയുടേതൊരു ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞ മഹാനാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ഇപ്പോൾ എതിർക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി. 2013 മുതൽ 26 വരെയുള്ള കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പരിവർത്തന കാലഘട്ടമാണ്. ഒരു ദുർബല സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ നിന്ന് ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് ഇന്ന് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന സ്വാധീന ശക്തിയായി ഇന്ത്യ മാറിയത് എങ്ങനെയെന്ന് നമുക്കിനി നോക്കാം. 2013 ഇന്ത്യ ലോകത്തെ 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. എന്നാൽ 2026 ഇന്ത്യ ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ്. അധികം വൈകാതെ 3ാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് ഒരുങ്ങുകയാണ്. GDP കണക്കുകൾ മാത്രം എടുത്താൽ 2013 ഇന്ത്യയുടെ GDP ഏകദേശം 1.8 ട്രില്യൺ US$ ആയിരുന്നു. 2026 നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അത് 4.5 ട്രില്യൺ ഡോളറാണ്. IMF, ലോകബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് അടിവരയിട്ട് പറയുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 7.3 മുതൽ 7.4% വരെ വളർച്ചാ നിരക്ക് ഇന്ത്യ കൈവരിക്കുമെന്നാണ് IMFന്റെ റിപ്പോർട്ട് പോലും സൂചിപ്പിക്കുന്നത്. പർച്ചേസ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ, അതായത് വാങ്ങൽ ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. 17 ട്രില്യൺ US$ മുകളിലാണ് ഇന്ത്യയുടെ പർച്ചേസ് പവർ പാരിറ്റി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ദാരിദ്ര്യത്തിലുണ്ടായ വൻ കുറവാണ്. UNDP, നീതി ആയോഗ് എന്നിവയുടെ കണക്കനുസരിച്ച് 2013-14 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം 29.17% 2022-23 ആയപ്പോഴേക്കും ഇത് 11.2% കുറഞ്ഞത്. ഇനി എക്സ്ട്രീം പോവർട്ടിയുടെ കാര്യമെടുത്താൽ ലോക ബാങ്കിന്റെ 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ അതിദാരിദ്ര്യം അഥവാ എക്സ്ട്രീം പോവർട്ടി 2.3% താഴ്ന്നു. ഏകദേശം 25 കോടി ആളുകളാണ് കഴിഞ്ഞ 10-11 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തു കടന്നത്. നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ജൻധൻ യോജന, ഉജ്ജ്വല യോജന, PM ആവാസ് യോജന തുടങ്ങിയ പദ്ധതികൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 2013 അപേക്ഷിച്ച് 2026 ഇന്ത്യ ഒരു ബാലൻസിംഗ് പവർ മാത്രമല്ല, ഒരു സന്തുലിത ശക്തി എന്ന പദവി നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഒരു ലീഡിംഗ് പവർ അഥവാ മുഖ്യശക്തി എന്ന നിലയിലേക്ക് കൂടി വളർന്നു. തന്ത്രപരമായ സ്വയം ഭരണം അഥവാ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം, മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധികൾ എന്നിവയിൽ സ്വന്തം താല്പര്യം മുൻനിർത്തി മാത്രം തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു. നേരത്തെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതിന് കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് ആ കൂട്ടത്തിൽ 4ാമതൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. G20 അധ്യക്ഷ പദവി 2023 ഏറ്റെടുത്തതും ഇപ്പോൾ ബ്രിക്സ് അധ്യക്ഷ പദവി 2026 ഏറ്റെടുക്കുന്നതിലൂടെയും ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായിട്ട് മാറിക്കഴിഞ്ഞു. 2013 ഇന്ത്യ വലിയ ഒരു ആയുധ ഇറക്കുമതി രാജ്യമായിരുന്നു. എന്നാൽ ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലേക്ക് വേഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. 2013 ഇന്ത്യ മൊബൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ഉൾപ്പെടെ ഏറെ പിന്നിൽ നിന്ന രാജ്യമാണെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം മൊബൈൽ ഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ചൈന കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം മൊബൈൽ ഫോണുകൾ ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ്, സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ പിന്നിലാക്കിയത്. 2013 ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. എല്ലാം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയായിരുന്നു. എന്നാൽ ഇന്ന് തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകളാണ് ഇന്ത്യൻ വിപണിയിൽ ഏറെയും. ചൈനീസ് കമ്പനികൾ പോലും ഇന്ന് ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ നിർമ്മിക്കുന്നു. 2013 കാലഘട്ടത്തിൽ ഇന്ത്യ ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ഇന്ന്
നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്, പക്ഷെ അവയിൽ തന്നെ ഏറിയ പങ്കും നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. ഏറ്റവും ഒടുവിലത്തെ കരാർ തന്നെ എടുക്കാം. ഫ്രാൻസിൽ നിന്ന് 114 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാർ ഒപ്പിടുന്നു. ഈ കരാർ പ്രകാരം 90-ലധികം യുദ്ധവിമാനങ്ങളും നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കും. മുങ്ങിക്കപ്പലുകളുടെ കരാറുകൾ എടുത്താലും അങ്ങനെ തന്നെ. നേരത്തെ റഷ്യയിലും അമേരിക്കയിലും ഫ്രാൻസിലുമൊക്കെ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ അവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആയുധങ്ങളിൽ 50 മുതൽ 70% വരെയും നിർമ്മാണം നടക്കുന്നത് ഇന്ത്യയിലാണ്. എന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങളായിട്ടാണ് നമ്മൾ റഷ്യൻ ആയുധങ്ങളാണെങ്കിലും ഫ്രാൻസ് നിർമ്മിത ആയുധങ്ങളാണെങ്കിലും നമ്മൾ വാങ്ങുന്നത്. അതിനൊക്കെ പുറമെ ഇന്ന് ഇന്ത്യൻ കമ്പനികൾ, നിരവധി കമ്പനികളാണ് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ആകാശ് മിസൈലുകളും പിനാക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റംസും ഉൾപ്പെടെ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ വികസിത രാഷ്ട്രങ്ങളായിട്ടുള്ള അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പോലുമുണ്ട്. അമേരിക്കൻ കമ്പനികൾ പോലും അവരുടെ വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല പാർട്സുകളും ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ന് ഇന്ത്യയിലാണ്. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ ആയുധ കയറ്റുമതിയുടെ ഏറിയ പങ്കും പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ചില കുത്തഴിഞ്ഞ ഭരണകൂടങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കോ മാത്രമാണ് നടത്തുന്നതെങ്കിൽ ഇന്ത്യയുടെ ആയുധ കയറ്റുമതി വികസിത രാഷ്ട്രങ്ങളിലേക്ക് പോലുമാണ്. അതിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അർമേനിയയും ഇന്തോനേഷ്യയും അല്ലെങ്കിൽ ഫിലിപ്പീൻസും വിയറ്റ്നാമും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. 2013 ഇന്ത്യ ഒരു സാമ്പത്തിക അനിശ്ചിതത്വത്തിലായിരുന്നുവെങ്കിൽ 2026 ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും മുന്നേറുകയാണ്. 2026 ഇന്ത്യ എല്ലാം നേടിയെന്ന അവകാശവാദം എനിക്കില്ല. ഇപ്പോഴും ചില ചലഞ്ചുകൾ നമ്മുടെ മുമ്പിലുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കുക, വരുമാന അസമത്വം കുറയ്ക്കുക, സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പൊക്കുക തുടങ്ങിയ വെല്ലുവിളികൾ ഇന്ത്യയുടെ മുന്നിലുണ്ട്. എന്നാൽ 2047 ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ പാതയിലാണ് രാജ്യം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നേട്ടങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഡെഡ് എക്കണോമി എന്ന് വിളിച്ച നമ്മുടെ ഇന്ത്യയെക്കുറിച്ചാണ്, നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചാണ്. പ്രേക്ഷകരുടെ അറിവിലേക്കാണ് ഐക്യരാഷ്ട്രസഭ, വേൾഡ് ബാങ്ക്, IMF തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും സ്വകാര്യ ഏജൻസികളുമൊക്കെ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് സമീപ വർഷങ്ങളിൽ പറഞ്ഞിട്ടുള്ള ലേഖനങ്ങൾ, റാങ്കിങ്ങുകൾ ഇതെല്ലാം നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. ഗ്രീസിലെ വിദേശകാര്യമന്ത്രി അടക്കം ഡിഫൻസ് മിനിസ്റ്റർ അടക്കമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഫ്യൂച്ചർ സൂപ്പർ പവർ എന്നാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത്. ഇനിയുള്ള 20-25 വർഷം ഇന്ത്യയുടെ കാലമാണ് എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിയാണ്. നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ GDP വരും അവരുടെ ടോട്ടൽ ആസ്തി. ഏകദേശം 13 മുതൽ 15 ട്രില്യൺ US$ വരെ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ലോകത്തിലെ, നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അതായത് ഇലോൺ മസ്കിന്റെ ഒക്കെ എത്രയോ മടങ്ങ് സമ്പന്നമായ കമ്പനി. ആ കമ്പനി മേധാവി പറഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള 20-25 വർഷം ഇന്ത്യയുടെ കാലഘട്ടമാണ് എന്ന്. 2026 സാഹചര്യത്തിൽ ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക ശക്തികളായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഈ കരാറുകൾ ഇന്ത്യയുടെ വളർച്ചയെ എങ്ങനെ സഹായിക്കുമെന്ന് കൂടി ഈ വീഡിയോയിൽ തന്നെ പറയാം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറ്, ഇത് കരാറുകളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. 2026 ജനുവരി 27 ഒപ്പിട്ട ഈ ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്കാണ് രൂപം നൽകിയത്. ഇന്ത്യയുടെ 99% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ വിപണിയിൽ നികുതിയില്ലാതെ പ്രവേശനം ലഭിക്കുകയാണ്. സീറോ ഡ്യൂട്ടി. ഏകദേശം 70 കോടിയോളം മനുഷ്യരുള്ള യൂറോപ്യൻ യൂണിയനിലേക്ക് നമുക്ക് സീറോ ഡ്യൂട്ടി 99% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാറിലൂടെ ലഭിക്കുകയാണ്. എന്തൊരു വലിയ നേട്ടമാണെന്ന് ആലോചിക്കണം. ഈ നേട്ടത്തെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇത്രയും കാലം പ്രതിപക്ഷ പാർട്ടികൾ ഭരിച്ചിരുന്ന കാലത്ത് അവർക്ക് കഴിയാത്ത കാര്യമല്ലേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായത്? അപ്പൊ എന്തു വലിയ നേട്ടമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടുക? തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ ഇവയുടെ എല്ലാം കയറ്റുമതിയിൽ വലിയ വർധനമാണ് ഇത് ഉണ്ടാക്കുക. ഏകദേശം 6000 യൂറോപ്യൻ കമ്പനികളാണ് ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഓർഗാനിക് ഭക്ഷണങ്ങൾ, ചായ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്ക്
യൂറോപ്പിൽ $60 ബില്യൺ വിപണിയാണ് തുറന്നു കിട്ടാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടോ? പറയില്ല. കാരണം ഇന്ത്യക്ക് ഗുണമുള്ള കാര്യങ്ങളെക്കുറിച്ച് മിണ്ടില്ല. UK-യും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം 2030 $100 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ രൂപം കൊള്ളുന്നത്. IT പ്രൊഫഷണലുകൾക്കും എഞ്ചിനീയർമാർക്കും UK-യിൽ ജോലി ചെയ്യുന്നതിനുള്ള വിസ നടപടികൾ ഇതിലൂടെ ലളിതമാക്കും. ഇന്ത്യൻ തുണിത്തരങ്ങൾക്കും പാദരക്ഷകൾക്കും UK-യിൽ വലിയ വിപണി തുറന്നു കിട്ടും. ഇന്ത്യ UK വ്യാപാര കരാറും ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അടുത്തിടെയാണല്ലോ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉയർന്ന നികുതികൾ കുറയ്ക്കാൻ ട്രംപ് തയ്യാറായത്. 2025 അമേരിക്ക ചുമത്തിയ 50% നികുതി 2026 ഫെബ്രുവരിയിലെ കരാറോടെ 18% കുറഞ്ഞു. ഇത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ, ഇലക്ട്രോണിക്സ് മേഖലകൾക്ക് വലിയ ആശ്വാസമാണ്. പ്രതിരോധം, സെമി കണ്ടക്ടർ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ അമേരിക്കൻ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകാൻ ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ കാരണമാകുമെന്നതിനെ കുറിച്ച് ആരും മിണ്ടില്ല. കാരണം അത് ഇന്ത്യക്ക് ഗുണമുള്ള കാര്യമാണല്ലോ. 30 കോടിയിലധികം ജനങ്ങളുള്ള അമേരിക്കൻ വിപണിയിലേക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് കടന്നു പോകാൻ പറ്റുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഇന്ത്യക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അമേരിക്ക ദീർഘകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവയിൽ പലതും. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറിൽ അമേരിക്ക ഇത്തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് ആ രാജ്യങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അമേരിക്കയ്ക്കുണ്ട്. ഇത്രയും കാലം ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ വിപണിയിൽ യഥേഷ്ടം ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക പറയാണ്, ഞങ്ങൾക്കും നിങ്ങൾ ചില ഇളവുകൾ നൽകണം എന്നവരാവശ്യപ്പെട്ടാൽ അത് നിരസിക്കാൻ നമുക്ക് കഴിയില്ല. ഏതൊരു രാജ്യവും ചെയ്യുന്ന കാര്യങ്ങളെ അവിടെ അമേരിക്ക പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും ഇന്ത്യ ഏറ്റവും മികച്ചൊരു കരാറ് തന്നെ അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ മോദിയുടെ കീഴിലാണ് ഇന്ത്യ ഈ കഴിഞ്ഞ കാലത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ആ മോദിയുടെ കാലത്താണ് അമേരിക്കയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. സോ ഇന്ത്യക്ക് ഗുണമുള്ളതേ മോദി ചെയ്യൂ എന്ന് തെളിയിച്ച മനുഷ്യനാണ് അദ്ദേഹം. ആ കാര്യങ്ങളൊക്കെ മുന്നിലുള്ളപ്പോഴാണ് ഇന്ത്യയെ മോദി വിറ്റു, ഇന്ത്യയെ മോദി തകർത്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് ആര്? രാഹുൽ ഗാന്ധിയെ പോലുള്ള വ്യക്തികൾ. അദ്ദേഹമാണ് ഇന്ത്യൻ എക്കണോമിയെ ഡെഡ് എക്കണോമി എന്ന് വിളിച്ചത്. അദ്ദേഹമാണ് ജമ്മു കാശ്മീരിലെ 370 അനുച്ഛേദം എടുത്തു മാറ്റിയാൽ വീണ്ടും രാജ്യത്തെ പിളർത്തുന്നതിന് കാരണമാകുമെന്ന് പറഞ്ഞത്. ആ മനുഷ്യനാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെയും എതിർക്കുന്നത്. അതിനർത്ഥം എന്താണ്? അദ്ദേഹം എന്തെങ്കിലും ഒന്നിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിന് ഗുണമുള്ള കാര്യമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.